കഴിഞ്ഞ ദിവസം മോണ്ടി പനേസർ അഭിപ്രായപ്പെട്ടിരുന്നു. അതായത് രവിശാസ്ത്രിയെ, അതായത് ഇന്ത്യക്ക് വേണ്ടി 2018 അതുപോലെ തന്നെ 2021 ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയുടെ മണ്ണിൽ ചെന്ന് നേടിയ ഒരു ടീമാണ് ഇന്ത്യ. അപ്പം ഇന്ത്യക്ക് മാത്രമാണ്, രവിശാസ്ത്രിക്ക് മാത്രമാണ് അങ്ങനെ സംഭവിക്കാൻ, അങ്ങനെ ഒരു അത്ഭുതം കാണിക്കാൻ കഴിഞ്ഞത് കോച്ചായ സമയത്ത്. അപ്പോൾ രവിശാസ്ത്രി ഇംഗ്ലണ്ടിൻ്റെ കോച്ചായി വരണം എന്ന രീതിയിൽ മോണ്ടി പനേസർ, ഇംഗ്ലണ്ടിൻ്റെ മുൻ ആഷസ് സ്പിന്നറാണ്, അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരുപാട്, ഇപ്പോൾ ബ്രണ്ടൻ മക്കുലത്തിൻ്റെ തല ഉരുളുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു 70% ശരിയായിരിക്കും. അങ്ങനെ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് അദ്ദേഹത്തിന് ആദ്യത്തെ 12 ടെസ്റ്റുകളിൽ 11 ടെസ്റ്റുകളും അദ്ദേഹം ഈ ബ്രണ്ടൻ മക്കുലം എറ, അതായത് ബാസ്ബോൾ എറയിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ജയിച്ചത് നമുക്കറിയാം പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങളാണ്. പാകിസ്ഥാനിൽ വന്നിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ആഷസിലേക്ക് വരുമ്പോൾ, ഓസീസ് മണ്ണിലുള്ള ആഷസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ശൈലി കൃത്യമായിട്ട്, പിന്നെ അത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നന്നായിട്ട് ഓസ്ട്രേലിയ കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം പല താരങ്ങളും ടീമിലില്ല. അവരുടെ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ ഇല്ല, പാറ്റ് കമിൻസ് ഇല്ല, അങ്ങനെയുള്ള ഹാസിൽവുഡ് ഇല്ല. അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് പോലും അവർ കൃത്യമായിട്ട് ഓസീസിനേക്കാൾ നന്നായിട്ട് ബാസ്ബോൾ കളിക്കുന്നു, ഓസീസിനേക്കാൾ നന്നായിട്ട് വിക്കറ്റുകൾ എടുക്കുന്നു. അപ്പം ഇംഗ്ലണ്ടിനേക്കാൾ നന്നായിട്ട് പിന്നെ ബാസ്ബോൾ കളിക്കുന്നു. ആ രീതിയിൽ നോക്കുമ്പം ഇവരെക്കാൾ നല്ല രീതിയിലൊരു ടീം കളിക്കുമ്പം എന്താണ് അതിനുള്ള മറുമരുന്ന് എന്ന രീതിയിൽ അവിടെ ഒരു മരുന്ന് ഇല്ലാത്തതാണ് ബെൻ സ്റ്റോക്സിൻ്റെയും ബാസ്ബോളിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ പിന്നെ ഈ സീരീസിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഓസ്ട്രേലിയക്ക് കുറേയധികം ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ MSK പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജോഷ് ഹേസൽവുഡ് ഇല്ലാത്തൊരു സീരീസ്, അതുപോലെ തന്നെ പല മത്സരങ്ങളിൽ പാറ്റ് കമിൻസ് ഇല്ല. പാറ്റ് കമിൻസ് ഒക്കെ അത്ലീറ്റിലാണ് തിരിച്ചു വരുന്നത്. നേഥൻ ലിയോൺ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല, സ്റ്റീവ് സ്മിത്ത് ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല മത്സരങ്ങളിൽ അവരുടെ ഏറ്റവും സുപ്രധാന പേരുകളിലൊന്നുമില്ലാത്ത ഒരു പിന്നെ ഒരു സീരീസ്. അതുപോലെ തന്നെ പിന്നെ അവരുടെ ഓപ്പണിങ്ങിലുള്ള അൺസർട്ടനിറ്റി. ഇപ്പോൾ ഹവാജക്ക് ഇടയ്ക്ക് പരിക്കേറ്റ് പോകുന്നു. ഇപ്പോൾ വാർണർ പോയതിന് ശേഷം തന്നെ ഒരു അൺസർട്ടനിറ്റി അവരുടെ ഓപ്പണിങ്ങിലുണ്ട്. ഒരു 6-7 കളിക്കാർ അവർ ഹവാജക്കൊപ്പം ഇങ്ങനെ മാറ്റി പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെഡിന് പോലും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരേണ്ടി വന്നത് ഒരു ഗതികേടിൻ്റെ പുറത്താണ്. എന്നിട്ടാണ് അദ്ദേഹം കളി ജയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 2 വെതറാൾഡും ഡോഗറ്റും 2 പുതുമുഖങ്ങൾ അവരുടെ ഈ സീരീസിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാമറൂൺ ഗ്രീനെ പോലൊരു കളിക്കാരൻ, ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ IPL പിന്നെ കോടിപതിയായ ഒരു മനുഷ്യൻ തീരെ പെർഫോം ചെയ്യാത്ത ഒരു സീരീസാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് കുറേ ദൗർബല്യങ്ങളുള്ള ഒരു ഓസ്ട്രേലിയൻ നിരയാണ് അവരുടേത് എന്നുള്ളതാണ്. പലകുറി നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ അവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് പല രീതിയിൽ നമ്മൾ കടലാസിൽ ഇംഗ്ലണ്ടാണ് ശക്തമായിട്ട്. അതെ.